ഇന്ന് വായിച്ചു കേട്ടതായ വിശുദ്ധ എവങ്കേലിയൻ ഭാവം വിശുദ്ധ മർക്കോസ് 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും വായനകൾ ഇതിനോട് ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ മത്തായി 12:30 മുതൽ 50 വരെയാണ് പ്രഭാതത്തിനും സന്ധ്യയുടെയും വായന. ഇവിടെ നാം കാണുന്നത് കർത്താവിൻ്റെ ശാർച്ചക്കാർ തൻ്റെ പ്രവർത്തനത്തിൻ്റെ വിപുലീകരണ സമയത്ത് ഒത്തിരിയേറെ ജനങ്ങൾ കർത്താവിനെ കാണുവാനായിട്ട് എത്തിയപ്പോൾ കർത്താവ് അതിൽ വ്യാപൃതനായിരിക്കുകയാണ്. കർത്താവ് ശമരിയ സ്ത്രീയുടെ ആ സംഭവത്തിന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളറിയാത്ത ഭക്ഷണം കഴിപ്പാനുണ്ട്, അത് എന്നെ അയച്ചുകൊണ്ട് ഇഷ്ടം ചെയ്യുകയാണ്. ഇവിടെയും അതുതന്നെയാണ് നാം കാണുന്നത്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എത്രമാത്രം ചെയ്യുന്നു എന്നത് ഇപ്പോൾ ഓർക്കണം. നമ്മുടെ വയറ്റിപ്പിഴപ്പും നമ്മുടെ ധനാഗമ മാർഗങ്ങളും നമ്മുടെ സ്ഥാനമഹിമയുമാണോ എന്ന് ഓർക്കണം. കർത്താവിനെ സംബന്ധിച്ച് കർത്താവിന് നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ ഒരു വാക്ക് പോരെ, ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ. പക്ഷേ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കണമെന്നും കൂടെ എന്നെ നിങ്ങളെയും കാണിച്ചു തരികയായിരുന്നു ചെയ്തത്. അവിടെ കർത്താവിൻ്റെ പ്രവർത്തനം നോക്കി ഭക്ഷണത്തെക്കാളും മറ്റെന്തിനേക്കാളും സ്വന്തമായ കാര്യങ്ങളെക്കാളും കർത്താവ് ദൈവം അയച്ച തൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലുള്ള വ്യാപൃതയില്ല. അപ്പോൾ ചാർച്ചക്കാർ വരുന്നുണ്ട്. ആ ചാർച്ചക്കാർ വന്നിട്ട് പറയുകയാണ്, ഇവനൊരു ഭൂതമുണ്ട്, അതുകൊണ്ട് അവന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോൾ നാം ഓർക്കേണ്ടത്, ഈ പറയുന്ന കൂട്ടത്തിൽ, ഈ ചാർച്ചക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ തുബനി ചൊല്ലിയപ്പം പ്രധാനമധ്യക്ഷനും യെരൂശലേമിൽ ഒന്നാമത്തെ പ്രധാനമധ്യക്ഷനൊക്കെ പറഞ്ഞ് ഭാഗ്യവാൻ ഉന്നത ഗൗരവന്മാർ യാക്കോവിൻ്റെ കാര്യം പറഞ്ഞൊക്കെ ആ യാക്കോവൊക്കെയാണ് അത്. യാക്കോവ് അതിൽ നിന്ന് തിരിഞ്ഞു വന്നത് കർത്താവിൻ്റെ ഉയർപ്പും പെന്തക്കോസ്തിക്കും ശേഷമാണ്. ഈ ചാർച്ചക്കാരുടെ കൂട്ടത്തിലുണ്ട്. ഇതിനു മുമ്പ് വിശുദ്ധ മത്തായി വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഈ ചാർച്ചക്കാരെല്ലാവരും കൂടെ പാവപ്പെട്ട മാതാവിനെ പൊക്കിയെടുത്തുകൊണ്ട് അവിടെ വരുന്നുണ്ട്, കർത്താവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. കർത്താവിനെ കണ്ടിട്ട് കാണണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ആരാണ് എൻ്റെ മാതാവ്? എന്നാ എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ മാതാവ് അല്ലെങ്കിൽ സഹോദരങ്ങൾ. കന്യാമറിയാമിനെ പോലെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത ഒരാളില്ല. ദൈവം അയച്ച ദൂതൻ്റെ ആ വചനം കേട്ടപ്പോൾ പൂർണ്ണമായി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ചവളാണ്. ആ സമർപ്പണത്തിൻ്റെ അനന്തരഫലം അറിയാഞ്ഞിട്ടല്ല, മലാഹ പരിശുദ്ധ റൂഹ മൂലമാണെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? അതെല്ലാം കേട്ട് അതിനോടനുബന്ധിച്ചുള്ള പരിഹാസങ്ങളും ദുഷിയും ഒക്കെ കേട്ടിരിക്കുന്ന അമ്മയാണ് ആ പാവപ്പെട്ട സ്ത്രീ. ഇന്ന് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ അമ്മയുടെ ഇതുണ്ട്, ഉറുമാലുണ്ട്, ഇടക്കെട്ട്. ഇതെല്ലാം കൂടി കൂട്ടി തയ്ച്ചാൽ ഒരു വലിയൊരു കുപ്പായം തയ്ക്കാനുള്ളത് തന്നെയുണ്ട്. അന്ന് 1-2 വസ്ത്രമേ കാണുള്ളൂ ആ പാവപ്പെട്ട സ്ത്രീക്ക്. ആ അമ്മയെ എല്ലാവരും കൂടി പൊക്കിയെടുത്തുകൊണ്ട് വരുന്നുണ്ട്. കർത്താവിനെ കാണും. എന്തിനാ? സ്ഥാനമോഹത്തിന്. നമ്മളിപ്പോഴും അങ്ങനെ ഇല്ലേ? നമ്മളോട് ഇത്തിരി ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധമുള്ളവരുടെ ബന്ധമുള്ള ആരെങ്കിലും ഇത്തിരി ഉന്നത സ്ഥാനങ്ങളിലാണെങ്കിൽ നമ്മളെ ആരെ പിടിച്ചെടുക്കാൻ പറ്റുന്നവനെ എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോയി കാണത്തില്ലേ? അതും മനുഷ്യരാ. അവരെല്ലാവരും കൂടെ പിടിച്ചെടുത്തുകൊണ്ട് പോയി കന്യാമറിയാമിൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക്. കർത്താവ് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടുവല്ലോ. നാം ഓർക്കേണ്ടത് എന്തുകൊണ്ടാണ് ചാർച്ചക്കാർക്ക് ഇത് പറ്റുന്നത്? അവർ യഹൂദ കുടുംബത്തിലെ യഹൂദ ജാതിയിലെ ഏറ്റവും കുറഞ്ഞ ആൾക്കാരില്ലേ? എന്ന് വെച്ചാൽ താഴത്തെ കടയിലുള്ളവരുന്നല്ല, പണപരമായി ഒക്കെ. യൗസേപ്പിന് എന്ത് വലിയ പദവിയായിരുന്നു, അവിടുത്തെ തച്ചൻ. അങ്ങനെയല്ലേ എല്ലാവർക്കും ഉള്ളത്. ഉന്നത പദവിയൊന്നുമില്ല, പള്ളിയിലെ പ്രധാന സ്ഥാനങ്ങളില്ല.
പറഞ്ഞു കൊടുക്കേണ്ടവരുണ്ടായിരുന്നു, അവർ പറഞ്ഞു കൊടുത്തുമില്ല. അവരെ ചാർച്ചക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ യാക്കോബിനോടൊക്കെ കൂടെ കളിച്ച് വളർന്നു വന്നവനാണ് യേശു. അവൻ എന്താണ് ഇത്ര പ്രാധാന്യമെന്ന് അവർക്ക് തോന്നാം. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന എന്നെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കാൻ നിന്നില്ല എന്നതാണ് അവർക്ക് വേറെ പല കാര്യങ്ങളുമായി അവരുടെ ആവശ്യത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവർക്കത് മനസ്സിലായില്ല. പക്ഷെ അതുകൊണ്ടാണ് ഉയർപ്പും പെന്തിക്കോസ്തിയും കഴിഞ്ഞപ്പോൾ പത്രോസ്, ഉയർപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പെന്തിക്കോസ്തിക്ക് നിന്നില്ല, അതിനു മുമ്പേ യാക്കോബ് തിരിഞ്ഞ് കർത്താവിൻ്റെ ശിഷ്യനാവുന്നത്. 12 ഒരുവനല്ല. കർത്താവിനാൽ അനുഗ്രഹീതരെ നാം പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കുകയും കേൾക്കേണ്ടവർ കേൾക്കുകയും കേൾക്കിട്ട് മനംതിരിവുണ്ടാവുകയും ചെയ്യണം. യെരമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നു 25-ാം അധ്യായത്തിൽ, എന്റെ ദാസനായ നെബൂഖദ്നേസർ, പ്രജാതിക്കാരാണ്, ബാബേലിലെ രാജാവാണ്, അവിടുത്തെ യഹൂദിയിലെ രാജാവിനും അവിടുത്തെ ജനങ്ങൾക്കും പ്രവാചകൻ പറയുന്നത് കേൾക്കാൻ മനസ്സില്ല. അപ്പോൾ കർത്താവ് പ്രജാതികളിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് പറയാണ്, എന്റെ ദാസനായ നെബൂഖദ്നേസർ. ഇതന്നെ വേദനത്തിൽ പലയിടത്തുമുണ്ട്. ഞാനും നിങ്ങളും ഇതുപോലെ നമ്മുടെ വഴികൾ വിട്ട് മാറി സഞ്ചരിക്കുമ്പോൾ ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുവാനും മറ്റുള്ളവരെ കൊണ്ട് നമ്മെ മാനസാന്തരപ്പെടുത്തുവാനും ഇവിടെ വരുത്തരുത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം ഞാനും നിങ്ങളും ഞാൻ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുകയും നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറപടിയായി ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് അവിടെ കാണുന്നതായ ഒരു വിഷയം, ഇത് കഴിഞ്ഞ് വേദപണ്ഡിതന്മാർക്ക് ആവേശമായി. കർത്താവിൻ്റെ ചാർച്ചക്കാർ തന്നെ ഇവരും ഭ്രാന്താണെന്ന് പറയുമ്പോൾ കർത്താവിനെ പിടിക്കാനും കർത്താവിനെ ഒതുക്കാനും പിന്നെ കണ്ട വഴി എന്താണെന്നറിയാമോ? ഇവനിൽ ഒരു ഭൂതമുണ്ട്, ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് പിശാചിനെ പുറത്താക്കുവാൻ ദൈവിക ശക്തിക്ക് മാത്രമേ കഴിയൂ. അതറിയാവുന്നവരാണ് പറയുന്നത് ഇവൻ ബേൽസബൂലിനെ. കർത്താവ് കൊടുക്കുന്ന മറുപടി വായിച്ചില്ലേ? ഒരു സാത്താൻ തന്നെ വിരോധിച്ച് അവന്റെ രാജ്യം നിലനിൽക്കുമോ? ഒരു കുടുംബത്തിന് വിരോധമായെന്നാൽ വിജയിക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. അതിൻ്റെ അവസാനത്തിലാണ് കർത്താവ് പറയുന്നത്, മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം ക്ഷമിക്കുകയില്ല. അത് ഈ അടുത്തിടയിൽ ഒരാളൊരു ചോദ്യം, അതിനെക്കുറിച്ച് പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പറയുന്ന ഒരു മറുപടിയുണ്ട്. അതിനകത്ത് പറയുന്നത്, ചോദ്യം ഇങ്ങനെയാണ്, പുത്രൻ തമ്പുരാന്റെ എതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കുമെന്നും പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ തൃത്വത്തിൽ വേറെ കൃത്യമുണ്ടോ എന്നാണ് ചോദ്യം. അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞ മറുപടി, അത് കർത്താവിൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കണം. ഒന്ന്, കർത്താവിൻ്റെ ശിഷ്യന്മാർ പാടത്തിൻ വരമ്പിലൂടെ നടന്നു വരുമ്പോൾ കതിരുമണിയെടുത്ത് തിരുമെത്തുന്നു. അത് ഒരു മാനുഷ്യമായ ഒരു ബലഹീനതയാണ്. അത് ക്ഷമിക്കും. പക്ഷെ ക്ഷമിക്കാത്തൊന്ന് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുമ്പോൾ അത് പൈശാചികമാണെന്ന് പറയുന്നത് ദൈവത്തെ പിശാചി എന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ പലപ്പോഴും സത്യത്തിനെതിരെ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങൾ ഒത്തിരി പ്രചാരമായിരിക്കുന്ന സമയത്ത് ആർക്കും എന്തും പറയാം. എന്താ പറയുന്നതെന്ന് പറയുന്നവർക്കോ കേൾക്കുന്നവർക്കോ അറിയില്ല. അതുകൊണ്ട് ഓർത്തിരിക്കുക, പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഓർക്കുക. മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് എന്തും തെറ്റും ചെയ്യാമെന്നല്ല അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്താൽ അത് ക്ഷമിക്കപ്പെടുക. സത്യമെന്തെന്ന് ശരിക്കറിയാമായിരുന്നിട്ടും അതിന് പുകമറ സൃഷ്ടിച്ച് തെറ്റ് പറഞ്ഞു വരുത്തുവാൻ പലരുടെയും മേൽ ആരോപണം ചെയ്യുവാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നാം നമ്മിലേക്ക് തന്നെ, ഞാൻ എന്നിലേക്കും നിങ്ങൾ നിങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുക, നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ അംശമുണ്ടോ എന്ന്. ശമൂവേലിന്റെ പുസ്തകം 1-ാം പുസ്തകം
16-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നു. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനെ കുറിച്ച്. അവനിൽ നിന്ന് ദൈവാത്മാവ് ഇറങ്ങിപ്പോയി, അവനിലൊരു അശുദ്ധാത്മാവ് വന്ന് വസിച്ചു. അവനിൽ നിന്ന് ദൈവാത്മാവ് ഇറങ്ങിപ്പോയി, അവനിൽ ഒരു അശുദ്ധാത്മാവ് വന്ന് വസിച്ചു. നോക്കിക്കേ, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് ദൈവം തമ്പുരാൻ അഭിഷേകം ചെയ്തവൻ, പക്ഷെ അവനിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. അങ്ങനൊരു അവസ്ഥാവിശേഷം നമുക്കുണ്ടാവരുത്. ഇടയ്ക്ക് കുമ്പസാരിക്കണമെന്നും തിരിഞ്ഞു നോക്കണമെന്നും പറയുന്നത് ഇതാണ്. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാം. ഞാനൊരു 10-30 വർഷം അച്ഛനായിരുന്നതാണ്. 24-ാമത്തെ വയസ്സിന് അച്ഛനായി. 54 കഴിയാറായപ്പോൾ മെത്രാനുമായി. അപ്പം വയസ്സാം കാലത്താണ് മെത്രാനായ. അപ്പോൾ ഈ 30 വർഷത്തിനിടയിൽ സ്ഥലവും പള്ളിയും പറഞ്ഞത് ശരിയല്ലല്ലോ. ഒരു പള്ളിയിൽ ഒരു നല്ല പ്രവർത്തകനുണ്ടായിരുന്നു, നല്ല പ്രവർത്തകൻ. എല്ലാവരോടും സ്നേഹം, ഞങ്ങളോടൊക്കെ വലിയ കാര്യമാണ്. ഞാൻ കുറേ ചെറുപ്പമാണ്. അദ്ദേഹത്തിന് വലിയൊരു കിണറുണ്ട്, അതിൽ ഒത്തിരിയേറെ മത്സ്യമുണ്ട്. പുള്ളി അതിനെക്കുറിച്ച് എപ്പോഴും പറയുന്നതാണ്. പുള്ളി എന്നിട്ട് പറഞ്ഞോ, അപ്പം ഞങ്ങൾ തമാശന് പറഞ്ഞു, അപ്പോൾ അത് പറ്റിക്കുമ്പോൾ നീ പിടിക്കുമ്പോൾ ഞങ്ങൾക്കും തരണം, പച്ചയോടെ അത് എടുത്ത് വറുത്ത് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി വരാലും ഒക്കെ ഉണ്ട്, ഒത്തിരി നല്ല നല്ല മത്സ്യങ്ങളുണ്ട്. 3 വർഷം കഴിഞ്ഞ് അദ്ദേഹം അത് തേകാൻ, അന്നൊക്കെ ഈ 5 ഹോഴ്സ് പവറിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹോഴ്സ് പവറൊന്നും ഇല്ലല്ലോ, ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പവറിൻ്റെ മോട്ടർ 3 വെച്ചാൽ വെള്ളം പറ്റിക്കുന്നത്. ഈ മീനിൻ്റെ ചെറുകടിയും വാലടിയും ഒക്കെ ധാരാളം കാണാം. അത് കഴിഞ്ഞ് അദ്ദേഹം വലിയ കാര്യമായി പറയുന്നുണ്ട്, ഒരാൾ ഇത്ര വലിപ്പം ഉണ്ടാവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം പറ്റിച്ചു വന്നപ്പോൾ വരാലിനെ കാണാനില്ല, നല്ല മീനൊന്നും കാണാനില്ല. ഇതിനിടയിൽ ആരാണ്ട് ഇദ്ദേഹത്തിൻ്റെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുള്ളി, അദ്ദേഹത്തോടുള്ള സ്നേഹം അന്ന് അത്രയും പ്രചാരമില്ലായിരുന്നു. ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന സാധനത്തെ കൊണ്ടിട്ടാൽ ബാക്കിയെല്ലാം തിന്നു തരുമെന്ന് കൂട്ടുകാരനൊരു ചെറിയ മുഷിയെ കൊണ്ടിട്ടു. 1 or 2 കൂട്ടുകാരനെ സഹായിച്ചതാ. ആഫ്രിക്കൻ മുഷി വലുതായി ബാക്കി ഉണ്ടായിരുന്ന എല്ലാ മീനിനെയും അങ്ങ് തിന്നു തീർത്തു. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലുള്ളതായ, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവാൻ, നന്മ പ്രവർത്തികൾ നശിച്ചു പോകാൻ ഇടവരരുത്. നിങ്ങളിൽ സാത്താൻ കുടികൊള്ളരുത്. അത് വന്ന് പ്രവേശിക്കുന്ന കർത്താവ് പറയുന്നില്ലേ, ഒരു കർഷകൻ ഉറങ്ങിയും ഉണർന്നു എഴുന്നേറ്റിരുന്നു, വിത്ത് വിതച്ചേച്ച് വന്നു, കാവിലിരുന്നൊക്കെ ചെയ്തു. വിളവെടുക്കാറായപ്പോഴാണ് മനസ്സിലായി കളയുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ വളർന്നു വരട്ടെ, അവയെടുത്ത് തീയിലിട്ട് ചുട്ടുകളയാം. ഇവിടെ അതിനു പോലും പറ്റിയില്ല. ആ മനുഷ്യൻ്റെ മുഖത്തെ സങ്കടം എന്നും മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. കർത്താവിനാൽ അനുഗ്രഹീതരെ, അങ്ങനെ സങ്കടപ്പെടുവാൻ ഇടവരാതിരിപ്പാൻ നമ്മിൽ ദുഷ്ടൻ വിതറുന്ന കളകളെ നിർമൂലനം ചെയ്യുവാൻ അപ്പോഴപ്പോൾ നമ്മെ തന്നെ തിരിഞ്ഞ് ശോധന ചെയ്ത് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ നല്ല മക്കളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ.